My name is Ram Babu. എന്റെ പേര് രാം ബാബു എന്നാണ്. You don't need divine revelation to know that it's not a Christian name. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് വളരെ വലിയൊരു വെളിപ്പാടിന്റെ ആവശ്യമല്ല, അതൊരു ക്രിസ്ത്യാനി പേരല്ല. We don't need Gabriel to come and tell us it is not a Christian name. ഗബ്രിയേൽ കടന്നു വന്നത് ഒരു ക്രിസ്ത്യൻ പേരാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. I was born and brought up in a very strong Hindu Orthodox Brahmin family. ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. Many people think പലരും ഇങ്ങനെ if ചിന്തിക്കുന്നു, a Brahmin became a Christian, ഒരു ബ്രാഹ്മണൻ ക്രിസ്ത്യാനിയായാൽ there may be 3 reasons. 3 കാരണങ്ങൾ അതിനകത്ത് കാണും. Reason number 1, ഒന്നാമത്തെ കാരണം, probably he is a very poor fellow, he had no food to eat. അവൻ ദരിദ്രനായ, ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. And some Western people offered him some money, for money's sake he became a Christian. ഏതോ ഒരു ക്രിസ്ത്യാനിയെ ഒരു ചക്രം കൊടുത്ത് അവന് ക്രിസ്ത്യാനിയായി. I'm born in a very highly educated family. വളരെ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ. I'm born in a very financially well-to-do family. സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. My father was a professor and head of the department of English in the university in Gulbarga. ഞാൻ ഞങ്ങളുടെ പട്ടണത്തിലെ അവിടുത്തെ കോളേജിലെ ഇംഗ്ലീഷിന്റെ My father was a വകുപ്പ് മേധാവിയായിരുന്നു എന്റെ പിതാവ്. My mother worked as in a very prestigious college in English in Ballari. ബെല്ലാരിയിലുള്ള ഏറ്റവും വലിയ ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു എന്റെ മാതാവ്. I have an older brother and younger sister. എനിക്ക് മൂത്ത ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരിയുണ്ട്. My brother and his wife are lecturers in English. എന്റെ സഹോദരനും തന്റെ സഹധർമ്മിണിയും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കോളേജിൽ. And my younger sister and husband are also lecturers in English. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ അധ്യാപകരാണ് എന്റെ സഹോദരിയും അവരുടെ ഭർത്താവും കോളേജിൽ. My whole family is English department. അങ്ങനെ എന്റെ കുടുംബം മുഴുവൻ ആംഗ്ലേയ സാഹിത്യമാണ് പഠിപ്പിക്കുന്നത്. I did a course called BE, that means bad English. ഞാൻ ബാഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബി ആണ് എന്റെ വിദ്യാഭ്യാസ യോഗ്യത. No. I'm a mechanical engineer by profession. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. So it's not because I had no money that I became a Christian. അവിടെ ചക്രമില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഒരു ക്രിസ്ത്യാനിയായത്. That this is not a dull-headed fellow that somebody could come and brainwash him and became a Christian. ഒരു ബുദ്ധിയില്ലാത്ത ഒരു മന്ദബുദ്ധിയായി ഒരു വ്യക്തിയെ വന്ന് അവര് പറഞ്ഞല്ല ഒരു ക്രിസ്ത്യാനിയാക്കിയത്. And reason number 2. രണ്ടാമത്തെ കാരണം, If the Brahmin became a Christian, ഒരു ബ്രാഹ്മണൻ ക്രിസ്ത്യാനിയാകുന്നയാൽ probably this fellow was not respected in his society and his community. അവന്റെ സമൂഹമോ അവന്റെ കുടുംബാംഗങ്ങളോ അവനെ ബഹുമാനിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവൻ ക്രിസ്ത്യാനിയായത്. And he thought if he became a Christian, Christians will respect him. അതുകൊണ്ട് അവൻ ക്രിസ്ത്യാനിയായാൽ ക്രിസ്ത്യാനികൾ തന്നെ മാനിക്കുമെന്നുള്ള ചിന്ത അവനെ ഭരിച്ചിരിക്കാം. From the time I was 7-year-old boy, I used to assist 2 pujaris in 2 temples in my city. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലെ പൂജാരിമാരെ അവരെ പൂജയ്ക്ക് സഹായിക്കാറുണ്ടായിരുന്നു. My grandmother from childhood, she said to me like this. She said to me, Rambabu, in the ancient days, the kings in India used to say like this. അവരെന്നോട് പറഞ്ഞു, പുരാതന കാലത്തെ രാജാക്കന്മാർ ഇങ്ങനെ പറയുമായിരുന്നു. They used to say, we cannot see God, നമുക്ക് ദൈവത്തെ കാണാൻ പറ്റൂല, but we can see a Brahmin. പക്ഷെ നമുക്കൊരു ബ്രാഹ്മണനെ കാണാം. Therefore the kings used to say, അതുകൊണ്ട് രാജാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, Brahmana mama devata, Brahmin is my God. ബ്രാഹ്മണനാണ് എന്റെ ദൈവം. So she used to tell me, അതുകൊണ്ട് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, Rambabu, if you are a Brahmin, it is not by accident. അവര് പറഞ്ഞു, ആകസ്മികമായിട്ടല്ല നീ ഒരു ബ്രാഹ്മണനായത്. You are a Brahmin, that means you are God. നീ ഒരു ബ്രാഹ്മണനാണ്, അതുകൊണ്ട് നീ ദൈവം തന്നെ. So from childhood I was brought up with this attitude in my heart that I am God himself. അങ്ങനെയുള്ള ചെറുപ്പത്തിൽ മുതൽ തന്നെ ഞാൻ ദൈവമാണ് എന്നുള്ള എന്നെ ഭരിച്ചിരുന്നു. I used to declare it, aham brahmasmi, I am God. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറയുമായിരുന്നു, ഞാൻ ദൈവമാണ്. So I used to declare I am God. ഞാൻ ഇങ്ങനെ പ്രഖ്യാപിക്കും, ഞാൻ ദൈവമാണ്. From the time 7-year-old boy, 7 വയസ്സുള്ള ഒരു ബാലൻ, I used to stand right in front of the idol in the temple over there ഞാൻ അമ്പലത്തിലെ പ്രതിഷ്ഠകളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് and do all the rituals. അവർ ചെയ്യുന്ന എല്ലാ പൂജാ കർമ്മങ്ങളും ഞാൻ അനുഷ്ഠിച്ചു. When I was 9, എനിക്ക് 9 വയസ്സായപ്പോൾ I could do all the rituals for myself, handle the whole rituals of a temple. ആ അമ്പലത്തിലെ എല്ലാ പൂജാ കർമ്മങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് യോഗ്യതയുണ്ടായി. During one certain festival, ഒരു ആഘോഷ സമയത്ത് ഒരു ദിവസത്തിൽ the devotees used to put the idol upon the top of the chariot ratham there. ഈ വിശ്വാസികള് അവരൊരു തേരിന്റെ പുറത്ത് ഈ പ്രതിഷ്ഠ വെക്കാറുണ്ട്. And they tie the ropes, hundreds of devotees, they pull the chariot there. ഈ തേരിന്റെ കയറുകള് അനവധി ആളുകൾ ഒരുമിച്ച് വലിപ്പിടിച്ച് വലിക്കും. And the idol is to be at the top of it. ഈ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഈ ബിംബം ഇതിന്റെ മുകളിലായിരിക്കും. When they were pulling it, അവരതിനെ ഇങ്ങനെ വലിക്കുമ്പോൾ I used to stand at the top of the chariot there doing all the rituals over there. ആ തേരിന്റെ
മോളിൽ ഇരുന്നുകൊണ്ട് പൂജാകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഞാനായിരുന്നു. People used to come and touch my feet and take my blessing. ആൾക്കാർ കടന്നു വന്ന് എന്റെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുമായിരുന്നു. People from other castes, മറ്റ് വംശങ്ങളുള്ള മറ്റ് മാർഗങ്ങളുള്ളവര്, elderly people, 60, 70-year-old people, പ്രായമുള്ളവർ 70 പ്രായമുള്ള ആൾക്കാര്, they used to take me to their homes, അവരെന്നെ അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകും. make me to sit on a chair, അവരെന്നെ കസേരയിൽ ഇരുത്തും. and put my feet in a plate, ഒരു പാത്രത്തിൽ എന്റെ പാദങ്ങൾ അവർ വെക്കും. wash my feet with water, ആ വെള്ളത്തിൽ അവരുടെ പാദങ്ങൾ കഴുകും. and treat that water as a holy water, ആ വെള്ളം അത് വിശുദ്ധ വെള്ളമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരത് കുടിക്കും. sprinkle it on their heads, അവരുടെ തലമേൽ തളിക്കും. sprinkle it in their house, അത് അവരുടെ ഭവനങ്ങളിൽ തളിക്കും. and they used to say, എന്നിട്ട് അവർ പറയും, when Rambabu comes, God comes to our house. രാംബാബു കടന്നു വരുന്നത് ദൈവം കടന്നു വരുന്നത് പോലെ തന്നെ എന്ന്. That's the way I was respected in my community. അങ്ങനെയാണ് ഞാൻ സമൂഹത്തിൽ മാനിക്കപ്പെട്ടിരുന്നത്. I would never eat in anyone's house who are not Brahmins. ബ്രാഹ്മണനല്ലാത്ത ആരുടെയും ഭവനങ്ങളിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നില്ല. When my friends used to come to my house, എന്റെ സതീർത്ഥത്തിലേക്ക് എന്റെ കൂട്ടുകാരന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, if they're Brahmins, അവർ ബ്രാഹ്മണരാണെങ്കിൽ they get water in a steel glass. അവർക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അവർക്ക് വെള്ളം കൊടുക്കും. If they're not Brahmins, അവർ ബ്രാഹ്മണരല്ല എങ്കിൽ the friends who are not Brahmins also used to get water in a steel glass. ഈ ബ്രാഹ്മണരല്ലാത്ത സുഹൃത്തുക്കൾക്കും സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കിട്ടും. But after they drink it, അവര് കുടിച്ചതിന് ശേഷം I used to put the glass in a corner, nobody should touch it. ഞാൻ ആരും തൊടാത്ത രീതിയിൽ ഒരു മൂലയ്ക്ക് ആ ഗ്ലാസുകൾ ശേഖരിച്ചു വെക്കും. It is only for my non-Brahmin friends. അതെന്റെ ബ്രാഹ്മണരല്ലാത്ത കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സ്റ്റീൽ ഗ്ലാസുകളാണ്. I was so religious in everything that I did. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും മതം ഉണ്ടായിരുന്നു. So it's not because I was not respected in the community I started following Jesus അതുകൊണ്ട് Christ. സമൂഹത്തിൽ എനിക്ക് ബഹുമാനം ലഭിക്കാഞ്ഞതുകൊണ്ടല്ല ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റിയത്. Reason number 3. മൂന്നാമത്തെ കാരണം, If the Brahmin became a Christian, ഒരു ബ്രാഹ്മണൻ ക്രിസ്ത്യാനിയായാല് very important reason. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, Very important reason. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, If the Brahmin became a Christian, ഒരു ബ്രാഹ്മണൻ ക്രിസ്ത്യാനിയായാല് probably he fell in love with a Christian girl. അവനൊരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് അനുരാഗത്തിലായിരിക്കാം എന്ന് അവർ പറയും. To marry her, he became a Christian. അവളെ വിവാഹം കഴിക്കുവാൻ വേണ്ടി അവൻ മതം മാറി ക്രിസ്ത്യാനിയായി. I became a Christian in the year 1983. 1983 അവൻ ക്രിസ്ത്യാനിയാകുന്നത്. I got married in 1994. ഞാൻ 94 വിവാഹിതനായി. So I did not have any Christian girlfriend for whose sake I became a Christian. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വേണ്ടിയല്ല ഞാൻ ക്രിസ്ത്യാനിയായത്. I hated Jesus. ഞാൻ യേശുവിനെ വെറുത്തിരുന്നു. I hated Christians. ഞാൻ ക്രിസ്ത്യാനികളെ വെറുത്തിരുന്നു. I thought Christianity is a Western religion. ഞാൻ പറഞ്ഞു ഒരു പാശ്ചാത്യ മതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന്. I said these Christians have no other work than to give people money and convert people by force. ഈ ക്രിസ്തു മതക്കാരെ മറ്റുള്ളവർക്ക് ചക്രം കൊടുത്ത് അവരെ മതം മാറ്റുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. I remember the times when the Gideons used to come and distribute New Testaments in the schools. ഗിഡിയൻസ് അവിടെ കടന്നു വന്ന് പുതിയ നിയമ ബൈബിൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. So I used to accept the New Testament. ഞാൻ അങ്ങനെ പുതിയ നിയമം അവരുടെ കയ്യിൽ നിന്നും വാങ്ങും. And I used to tell them, ഞാൻ അവരോട് പറയും, please wait for a minute here. ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. And they were waiting. അവർ I go to a shop and buy kerosene. ഞാൻ പോയി മണ്ണെണ്ണ മേടിച്ചിട്ട് വരും. I dip the New Testament in the kerosene. ഈ പുതിയ നിയമം മണ്ണെണ്ണയ്ക്ക് അത്യം മുക്കും. Light with a matchstick. എന്നിട്ട് ഞാൻ കത്തിക്കും. And the Bible was burning. I used to throw the Bible burning up. കത്തിയെരിയുന്ന ഈ ബൈബിൾ ഞാൻ അന്തരീക്ഷത്തിലേക്ക് And വലിച്ചെറിയുമായിരുന്നു. I used to say, where is your God? If your God is alive, let him protect his Bible. ഞാൻ പറയുമായിരുന്നു, നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം ജീവിക്കുന്നുവെങ്കിൽ ഈ ബൈബിൾ താൻ കാത്തിരക്ഷിക്കുകയില്ലായിരുന്നോ? I hated Jesus with all my heart. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ ഞാൻ വെറുത്തിരുന്നു. Standing in front of churches, I spit on the ground and speak filthy words about Jesus Christ. ഞാൻ ചർച്ചുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിലത്ത് തുപ്പി യേശുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിരുന്നു. I was never bothered about anything. I would express myself. നിന്റെ ദൈവം ജീവിക്കുന്നുവെങ്കിൽ ഈ ബൈബിൾ താൻ കാത്തിരക്ഷിക്കുകയില്ലായിരുന്നോ? I hated Jesus with all my heart. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ ഞാൻ വെറുത്തിരുന്നു. Standing in front of churches, I spit on the ground and speak filthy words about Jesus Christ. ഞാൻ ചർച്ചുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിലത്ത് തുപ്പി യേശുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിരുന്നു. I was never bothered about anything. I would express myself publicly to any of my views. ഞാൻ എന്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. നിർലോഭമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. My father was a secular man. എന്റെ പിതാവ് ഒരു ലോകപരമായ He മനുഷ്യനായിരുന്നു. said all gods are one. താൻ
പറഞ്ഞു എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ. He said, Rambabu, you should not talk about Jesus like this. താൻ പറഞ്ഞു രാംബാബു നീ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയരുത്. No, you should not do this. നീ അങ്ങനെ പറയരുത്. I used to tell my father, ഞാൻ എന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, my religion is the only right religion. എന്റെ മതം മാത്രമാണ് യഥാർത്ഥ മതം. No other religion I can follow, no other religion I can accept in my life. മറ്റ് മതങ്ങളെ എനിക്ക് പിന്തുടരാൻ പറ്റത്തില്ല, ഞാൻ അംഗീകരിക്കത്തുമില്ല. So that was my life. അതായിരുന്നു എന്റെ ജീവിതം. One day, when I was studying my engineering, ഞാൻ എന്റെ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, whenever I go to my classes, ഞാൻ എന്റെ ക്ലാസ്സുകളിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ I always had to pass in front of a church building. ഒരു ചർച്ചിന്റെ മുന്നിൽ കൂടിയാണ് എനിക്ക് പോകേണ്ടിയിരുന്നത്. Like the church building was right on the main road. മെയിൻ റോഡിൽ തന്നെയായിരുന്നു ഈ പള്ളി So സ്ഥിതി ചെയ്യുന്നത്. every time I go on a bicycle, I had to pass in front of the church building. ഞാൻ സൈക്കിളിൽ കൂടി പോകുമ്പോൾ ഈ പള്ളിയുടെ മുന്നിൽ കൂടിയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. So one day I was going to my classes like that. ഞാൻ അങ്ങനെ എന്റെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ, At evening classes. ഞാൻ വൈകുന്നേരം സായാഹ്ന ക്ലാസ്സിലാണ് പോയത്. And when I was going there, ഞാൻ അവിടെ പോയപ്പോൾ I saw in the church compound a Christian meeting going on. അവിടെ അതിന്റെ ആ ചർച്ചിന്റെ കോമ്പൗണ്ടിൽ ഒരു ക്രിസ്ത്യൻ യോഗം I നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. saw some Christians clapping and singing. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ. I was so angry. അത് കണ്ട് ഞാൻ കോപപരവശനായി. I stopped my bicycle. ഞാൻ എന്റെ സൈക്കിൾ അവിടെ നിർത്തി. I said, again another meeting. These fellows have no other work than to convert people. Whose sake I became a Christian. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വേണ്ടിയല്ല ഞാൻ ക്രിസ്ത്യാനിയായത്. I hated Jesus. ഞാൻ യേശുവിനെ വെറുത്തിരുന്നു. I hated Christians. ഞാൻ ക്രിസ്ത്യാനികളെ വെറുത്തിരുന്നു. I thought Christianity is a Western religion. ഞാൻ പറഞ്ഞു ഒരു പാശ്ചാത്യ മതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന്. I said these Christians have no other work than to, give people money and convert people by force. ഈ ക്രിസ്തു മതക്കാരെ മറ്റുള്ളവർക്ക് ചക്രം കൊടുത്ത് അവരെ മതം മാറ്റുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. I remember the times when the Gideons used to come and distribute New Testaments in the schools. ഗിഡിയൻസ് അവിടെ കടന്നു വന്ന് പുതിയ നിയമ ബൈബിൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. So I used to accept the New Testament. ഞാൻ അങ്ങനെ പുതിയ നിയമം അവരുടെ കയ്യിൽ നിന്നും വാങ്ങും. And I used to tell them, ഞാൻ അവരോട് പറയും, please wait for a minute here. ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. And they were waiting. അവര് I go to a shop and buy kerosene. ഞാൻ പോയി മണ്ണെണ്ണ മേടിച്ചു. Dip the new kerosene. ഈ പുതിയ നിയമം മണ്ണെണ്ണയ്ക്ക് അത്തിയ മുക്കും. Light with the matchstick. എന്നിട്ട് ഞാൻ കത്തിക്കും. And the Bible was burning. I used to throw the Bible burning up. കത്തിയെരിയുന്ന ഈ ബൈബിൾ ഞാൻ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയുമായിരുന്നു. And I used to say, where is your God? If your God is alive, let him protect his Bible. ഞാൻ പറയുമായിരുന്നു, നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം ജീവിക്കുന്നുവെങ്കിൽ ഈ ബൈബിൾ താൻ കാത്തിരക്ഷിക്കുകയില്ലായിരുന്നോ? I hated Jesus with all my heart. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ ഞാൻ വെറുത്തിരുന്നു. Standing in front of churches, I spit on the ground and speak filthy words about Jesus Christ. ഞാൻ ചർച്ചുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിനക്ക് തുപ്പി യേശുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിരുന്നു. I was never bothered about anything. I would express myself publicly to any of my views. ഞാൻ എന്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. നിർലോഭമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. My father was a secular man. എന്റെ പിതാവ് ഒരു ലോകപരമായ He മനുഷ്യനായിരുന്നു. said all gods are one. താൻ പറഞ്ഞു എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ. He said, Rambabu, you should not talk about Jesus like this. താൻ പറഞ്ഞു രാംബാബു നീ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയരുത്. No, you should not do this. നീ അങ്ങനെ പറയരുത്. I used to tell my father, ഞാൻ എന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, my religion is the only right religion. എന്റെ മതം മാത്രമാണ് യഥാർത്ഥ മതം. No other religion I can follow, no other religion I can accept in my life. മറ്റ് മതങ്ങളെ എനിക്ക് പിന്തുടരാൻ പറ്റത്തില്ല, ഞാൻ അംഗീകരിക്കത്തുമില്ല. So that was my life. അതായിരുന്നു എന്റെ ജീവിതം. One day, when I was studying my engineering, ഞാൻ എന്റെ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, whenever I go to my classes, ഞാൻ എന്റെ ക്ലാസ്സുകളിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ I always had to pass in front of a church building. ഒരു ചർച്ചിന്റെ മുന്നിൽ കൂടിയാണ് എനിക്ക് പോകേണ്ടിയിരുന്നത്. Like the church building was right on the main road. മെയിൻ റോഡിൽ തന്നെയായിരുന്നു ഈ പള്ളി So സ്ഥിതി ചെയ്യുന്നത്. every time I go on a bicycle, I had to pass in front of the church building. ഞാൻ സൈക്കിളിൽ കൂടി പോകുമ്പോൾ ഈ പള്ളിയുടെ മുന്നിൽ കൂടിയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. So one day I was going to my classes like that. ഞാൻ അങ്ങനെ എന്റെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ, At evening classes. ഞാൻ വൈകുന്നേരം സായാഹ്ന ക്ലാസ്സിലാണ് പോയത്. And when I was going there, ഞാൻ അവിടെ പോയപ്പോൾ I saw in the church compound a Christian meeting going on. അവിടെ അതിന്റെ ആ ചർച്ചിന്റെ കോമ്പൗണ്ടിൽ ഒരു ക്രിസ്ത്യൻ യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. I saw some Christians clapping and singing. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ. I was so angry. അത് കണ്ട് ഞാൻ കോപപരവശനായി. I stopped my bicycle. ഞാൻ എന്റെ സൈക്കിൾ അവിടെ നിർത്തി. I said, again another meeting. These fellows have no other work than to convert people. ഞാൻ പറഞ്ഞു പിന്നെയും ഒരു യോഗം, ഇവർക്ക് വേറൊരു പണിയുമില്ല, ഇങ്ങനെ ആൾക്കാരെ മതം മാറ്റുന്ന എന്തിനാ? I spat on the ground അങ്ങനെ ഞാൻ പിന്നെയും നിലത്ത് തുപ്പി. and spoke bad words about Jesus. ഞാൻ യേശുവിനെ കുറിച്ച് അഴിമതി കാര്യങ്ങൾ പറഞ്ഞു. And I went back to my classes. എന്നിട്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ പോയി. That day again, I just had one class. എനിക്ക് അന്ന് ഒരു ക്ലാസ് മാത്രമേ I was ഉണ്ടായിരുന്നുള്ളൂ. coming back again. അതിനുശേഷം ഞാൻ മടങ്ങി വന്നപ്പോൾ The meeting is still going on. യോഗം തുടർന്നുകൊണ്ടിരുന്നു.
And again, still somebody is preaching, the meeting is going on. ആരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, യോഗം I നടന്നുകൊണ്ടിരിക്കുന്നു. was so angry. പെട്ടെന്ന് വീണ്ടും ഞാൻ കോപപരവശനായി. When I saw the meeting going on, ഞാൻ ആ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ a thought came in my mind. പെട്ടെന്നൊരു ചിന്ത എന്റെ ചിന്താമണ്ഡലത്തിൽ വന്നു. Why should not I go into the meeting and disrupt the meeting? ആ യോഗത്തിൽ കടന്നു എന്ന് എന്തുകൊണ്ട് ഈ യോഗം അലമ്പലമാക്കിക്കൂടാ? So I took my bicycle, went into the church compound. അങ്ങനെ ഞാൻ എന്റെ സൈക്കിളിൽ തന്നെ ആ ചർച്ചിന്റെ അകത്തേക്ക് കയറി ചെന്നു. And I put my bicycle on one side. എന്റെ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചു. Sat on the last row. ഞാൻ ഏറ്റവും അവസാനത്തെ വരിയിൽ പോയിരുന്നു. I picked a few stones in my hands. ഞാൻ കുറച്ച് കല്ലുകൾ എന്റെ കയ്യിലെടുത്തു. The preacher was preaching. ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. I was throwing stones at this girl and that girl. I was throwing stones at the people. ഞാൻ അവിടെ ഇരുന്ന ആൾക്കാരിലേക്ക് ഈ കല്ലുകൾ വലിച്ചെറിയുവാൻ തുടങ്ങി. I never heard what the preacher preached. ഈ ദൈവദാസൻ എന്താണ് പ്രസംഗിച്ചത് ഞാൻ കേട്ടില്ല. At the end, അവസാനം the preacher said like this. ഈ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. He said, let's all pray. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. When he said that, അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ there was silence. പെട്ടെന്ന് അവിടെ നിശബ്ദത. When silence came, I got scared. അങ്ങനെ നിശബ്ദത വന്നപ്പോൾ അവിടെ പരന്നപ്പോൾ ഞാൻ ഭയപരവശനായി. I thought if I move now, they will know I'm the only fellow who moved. ഞാൻ ഇപ്പോൾ അവിടുന്ന് മാറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് മാറിയെന്ന് അവർ കാണും. So I stood quiet. അതുകൊണ്ട് ഞാനും അവിടെ നിശബ്ദനായി അവിടെ നിന്നു. And the preacher said like this. ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. He said, അദ്ദേഹം പറഞ്ഞു, Jesus Christ is the living God. യേശു ജീവിക്കുന്ന ദൈവം. And because he's alive today, താൻ യേശു ജീവിച്ചിരിക്കുന്നത് കൊണ്ട് whatever he has done 2000 years ago, he can do it even today. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത പ്രവൃത്തികൾ ഇന്നും തനിക്ക് ചെയ്യാൻ പറ്റും. And he said, what is impossible to man is possible with Jesus Christ. പിന്നെ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് യേശുവിന് സാധ്യം. He said, what is impossible to doctors can become possible with Jesus Christ. താൻ പറഞ്ഞു, വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് യേശുവിന് സാധ്യം. He said, all hope might have gone. Come to Jesus, he'll give you new hope. അവർ താൻ പറഞ്ഞു, ആശ നശിച്ചവരെ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക, താൻ പുതിയ ആശ പ്രത്യാശ നിങ്ങൾക്ക് തരും. When I heard it, I was angry. അത് കേട്ടപ്പോൾ പിന്നെയും ഞാൻ കോപിഷ്ഠനായി. How dare this fellow to say that what no one can do, that Jesus can do? എങ്ങനെ ഈ മനുഷ്യന് പറയാൻ പറ്റും മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്തത് യേശുവിന് ചെയ്യാൻ പറ്റുമെന്ന്? That night from the meeting, straight I went to my friend's house. അവിടുന്ന് യോഗത്തിന് ശേഷം ഞാൻ എന്റെ സുഹൃത്തിന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. He was a Muslim brother. താനൊരു മുസ്ലിം സഹോദരനായിരുന്നു. He had a younger sister. തനിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. And that younger sister, she was a mute girl. ആ സഹോദരി അവർ സംസാരിക്കത്തില്ലായിരുന്നു. She was not deaf, she was only mute. അവർക്ക് ചെവി കേൾക്കാമായിരുന്നു, പക്ഷെ അവർ സംസാരിക്കാൻ പറ്റത്തില്ല. She could not even utter a single sound from her mouth. അവളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ഉതിർന്ന് വീഴില്ല. They took her to different cities in India, Bangalore, Mysore, speech therapies, everything they did, but she could not even utter a single sound from her mouth. ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ വിവിധ വൈദ്യ പരിശോധനകൾക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുപോയി എങ്ങും അവർക്ക് വിജയം ലഭിച്ചില്ല. When medicine did not help them, അങ്ങനെ വൈദ്യശാസ്ത്രം അവരെ സഹായിക്കാൻ they took her to all the Islamic holy places. ഇസ്ലാം മതത്തിന്റെ എല്ലാ വിശുദ്ധ ഇടങ്ങളിലും അവർ കൊണ്ടുപോയി. Nothing happened. ഒന്നും സംഭവിച്ചില്ല. And as for my advice, അവസാനം എന്റെ ഉപദേശപ്രകാരം they took her to all the Hindu temples. അവരെ എല്ലാ ഹിന്ദു അമ്പലങ്ങളിലും കൊണ്ടുപോയി. Nothing happened. ഈ ഹൈന്ദവ അമ്പലങ്ങളിലും ഒന്നും സംഭവിച്ചില്ല. So I went to this friend of mine. അതുകൊണ്ട് ഞാൻ ഈ സുഹൃത്തിന്റെ ഭവനത്തിൽ ചെന്ന. His name is Moinuddin. അവന്റെ പേര് മൈനുദ്ദീൻ എന്നാണ്. I said, Moin, ഞാൻ പറഞ്ഞു, മോയിൻ, a Christian fool has come to our town. നമ്മുടെ പട്ടണത്തിലെ ഒരു ക്രിസ്തീയ വിഡ്ഢി കടന്നു വന്നിട്ടുണ്ട്. And he says that what no one can do, that Jesus can do. താൻ പറയുന്നു, ആർക്കും ചെയ്യാൻ അസാധ്യമായത് യേശുവിന് സാധ്യമെന്ന്. I said, let us take your sister to the meeting tomorrow, have some fun in the meeting. അതുകൊണ്ട് നമുക്ക് നാളെ നിന്റെ സഹോദരി അവിടെ കൊണ്ടുപോകാൻ, നമുക്ക് അല്പം വിനോദവും ആകുമല്ലോ. So next day I took the sister, we went to the meeting. അതുകൊണ്ട് ആ സഹോദരിയെ എടുത്തുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഈ യോഗത്തിലേക്ക് കടന്നു വന്നു. When I entered the church, ഞാൻ ആ പള്ളിയിലേക്ക് കടന്നപ്പോൾ people recognized me. പെട്ടെന്ന് ആൾക്കാർക്ക് എന്നെ മനസ്സിലായി. Rambabu came to church. രാംബാബു സഭയിൽ വന്നല്ലോ. They took me and put me in the front row. അവർ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഏറ്റവും മുന്നിൽ ഇരുത്തി. When you're sitting in the front row, you are stuck. ഏറ്റവും മുന്നിലെ വരി ഇരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. People in the front row, you are stuck. അതുകൊണ്ട് മുന്നിൽ ഇരിക്കുന്നവരെ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. When you sit in the front row, you just cannot do anything that you want to do. ആ മുന്നിലെ നിലയിൽ ഇരുന്ന് നിനക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നും തന്നെ ചെയ്യാൻ പറ്റുകയില്ലല്ലോ. So I'm sitting like frozen in the front in the church there. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. And I heard what the preacher preached. അവിടെ നിന്ന് ദൈവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. And the preacher said like this. ഇങ്ങനെ താൻ പറഞ്ഞു. He said some very strange things. അദ്ദേഹം ചില അത്ഭുതകരമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. He said like this. താൻ പറഞ്ഞു. He said we all have sinned. നമ്മളെല്ലാവരും പാപം
ചെയ്തു. Because we have sinned, നമ്മൾ പാപം ചെയ്തതുകൊണ്ട് we need to be punished by God. ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കേണ്ടത് ആവശ്യം. But God loved us so much, പക്ഷേ ദൈവം നമ്മളെ അതിയായി സ്നേഹിച്ചതുകൊണ്ട് He came to the earth as a man, ഞാനൊരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. and the punishment we are supposed to take, He took it upon Himself. നമ്മളെടുക്കുന്ന ശിക്ഷ താൻ വഹിച്ചു. He carried our sin, താൻ തന്നെ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. our sickness, നമ്മുടെ രോഗങ്ങളെ താൻ വഹിച്ചു. our curse, നമ്മുടെ ശാപങ്ങളെ താൻ എടുത്തു. our poverty. നമ്മുടെ ദാരിദ്ര്യം താൻ എടുത്തു. He shed His blood, താൻ തന്റെ രക്തമൊഴുക്കി died at the cross. ക്രൂശിൽ മരിച്ചു. After 3 days, മൂന്നാം ദിവസം He rose again from the dead. ഹല്ലേലൂയ, താൻ എഴുന്നേറ്റു. When I heard that, ഞാനത് കേട്ടപ്പോൾ I was surprised. പെട്ടെന്ന് ഞാൻ അത്ഭുതപരതന്ത്രനായി. Why? എന്തുകൊണ്ട്? I'm a Hindu. ഞാനൊരു ഹൈന്ദവനാണ്. As a Hindu, I believed in karma principle. ഞാൻ ഹൈന്ദവനായതുകൊണ്ട് ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണ്. You know, I believed in reincarnation, punarapijanam, punaravimaranam. I believed in die rebirth. മരണവും പുനർജന്മത്തിലും ഒക്കെയും വിശ്വസിച്ചിരുന്ന ഈ യാഥാസ്ഥിതിക ഹൈന്ദവൻ. I believed with all my heart, whatever I do in this birth, the karma phala I suffer next birth, nobody can help me. ഞാൻ വിശ്വസിച്ചിരുന്ന ഞാൻ ഈ ജന്മത്തിൽ എന്ത് ചെയ്യുന്നു, എന്റെ പുനർജന്മത്തിൽ ഞാൻ വരുമ്പോൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുമല്ലോ. Nobody can help you. ആർക്കും എന്നെ സഹായിക്കാൻ പറ്റൂല. Everyone responsible for their karma. എല്ലാവരും തങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് അവർക്ക് അതിന്റെ ഫലം ലഭിക്കും. But here is a new teaching. പക്ഷേ ഇവിടെ ഒരു പുതിയ സിദ്ധാന്തം. I did wrong. ഞാൻ പാപം ചെയ്തു. Somebody suffered for me. വേറെ ആരോ എനിക്ക് അതിനുവേണ്ടി ശിക്ഷ ഏറ്റെടുത്തു. How can somebody take my karma, suffer my karma phala? എങ്ങനെ മറ്റുള്ളവരെ എന്റെ കർമ്മത്തിന്റെ ഫലം എടുക്കാൻ പറ്റുമെന്ന് ഞാൻ സന്ദേഹിച്ചു. How can this be possible? എങ്ങനെ ഇത് സാധ്യം? At the end, അവസാനം the preacher said, ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, if anybody want to give your life to Jesus, come forward. ആർക്കെങ്കിലും യേശു സന്ദേശത്തെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരിക. I did not know what is giving life to Jesus. എന്താണ് ജീവിതം യേശുവിന് കൊടുക്കുക എന്നുള്ള അർത്ഥമെന്ന് എനിക്ക് I അറിഞ്ഞുകൂടായിരുന്നു. did not go forward. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയില്ല. Just sitting there. ഞാൻ അവിടെ തന്നെ ഇരുന്നു. And the preacher said, പെട്ടെന്ന് ദേവദാസൻ പറഞ്ഞു, if anybody want healing, come forward. ആർക്കെങ്കിലും സൗഖ്യം വേണമെങ്കിൽ മുന്നോട്ട് വരിക. I took the girl, went forward. ഞാൻ ആ പെൺകുട്ടിയുമായി മുന്നിലേക്ക് കടന്നു ചെന്നു. You know, some people say to me, എന്നോട് ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, some people come only for healing, brother. ചിലര് സൗഖ്യത്തിന് വേണ്ടി മാത്രമാണ് കടന്നു വരുന്നത്. Let them come. അവര് വരട്ടെ. Let them come for anything, but let them come and hear about Jesus Christ. അവര് എന്ത് കാര്യത്തിനാണെങ്കിലും കടന്നു വന്നാലും യേശുവിനെ കുറിച്ചല്ലേ കേൾക്കേണ്ടത്. Hallelujah. And here I am. Anybody want healing, come forward. ഇവിടെ വിളിച്ചു പറഞ്ഞു, സൗഖ്യം ആവശ്യമുള്ളവർ കടന്നു വരിക. The girl went forward. ഞാൻ ഈ പെൺകുട്ടിയുമായി മുന്നിലേക്ക് കടന്നു വന്നു. You prayed for her. ആ ദേവദാസൻ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Nothing happened. ഒന്നും സംഭവിച്ചില്ല. She was not healed. ആ പെൺകുട്ടി സൗഖ്യം The preacher said, ദേവദാസൻ പറഞ്ഞു, Amen. ചെറുപ്പക്കാരാ, don't get discouraged. ഇതില്ല നിരുത്സാഹപ്പെടണ്ട. Come back tomorrow again. നീ നാളെ പിന്നെയും കടന്നു വരിക. Appa kadtave again. So again next day I went to the meeting. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം പിന്നെയും കടന്നു വന്നു. Again front row. പിന്നെയും എന്നെ മുന്നിൽ പിടിച്ചിരുത്തി. Again heard about Jesus. പിന്നെ ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടു. That's why I say to the people, അതുകൊണ്ടാണ് ഞാൻ ജനത്തോട് പറഞ്ഞു, if you're not healed on day 1, ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചില്ല എങ്കിൽ come back on day 2. രണ്ടാമത്തെ ദിവസം കടന്നു വരിക. If you're not healed on day 2, രണ്ടാമത്തെ ദിവസം സൗഖ്യമായി. come back on day 3. മൂന്നാമത്തെ ദിവസം Not healed on day 3, മൂന്നാം ദിവസം come back on day 4. നാലാം ദിവസം വരിക. Keep coming until you get from the Lord what you want. Never give up in life. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നിടം വരെയും പിന്നെയും കടന്നു വന്നുകൊണ്ടിരിക്കുക. Hallelujah. So again I went to secondary meeting. രണ്ടാം ദിവസം പിന്നെ ഞാൻ യോഗത്തിന് കടന്നു പോയി. Again front row. പിന്നെ ഞാൻ ഒന്നാമത്തെ വരിയിലിരുന്നു. Again preaching about Jesus Christ. യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടു. Again call for salvation. പിന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മുന്നോട്ട് വിളിച്ചു. Again did not go forward. ഞാൻ മുന്നോട്ട് പോയില്ല. Again that man said, പിന്നെ ദേവദാസൻ പറഞ്ഞു, anybody with a healing, come forward. സൗഖ്യം ആവശ്യമുള്ളവർ മുന്നോട്ട് വരിക. Immediately took the girl, went forward again. പെൺകുട്ടിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. The preacher asked me, ദേവദാസൻ ചോദിച്ചു, young man, ചെറുപ്പക്കാരാ, do you believe that Jesus Christ can heal your sister? നിന്റെ സഹോദരിയെ സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിന് സാധിക്കുമോ എന്ന് അദ്ദേഹം താൻ ചോദിച്ചു. I did a chumma. ഞാൻ എന്റെ തല ഇങ്ങനെ നാട്ടിക്കൊടുത്തു. No, she just simply like this. ഞാൻ എന്റെ തലയൊന്ന് നാട്ടിക്കൊടുത്തു. He laid hands upon that girl. പെട്ടെന്ന് തന്റെ കരങ്ങള് ആ പെൺകുട്ടിയുടെ മേൽ Preacher വെച്ചു. said, ദേവദാസൻ പറഞ്ഞു, in the name of Jesus, you mute spirit, come out. യേശുവിന്റെ നാമത്തില് ഈ ദുഷ്ടശക്തി മാറി പോട്ടെ എന്ന് പറഞ്ഞു. Speak in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുക. And he said to that girl, ഞാൻ പെൺകുട്ടി പറഞ്ഞ കേട്ടു. no. The preacher said to that girl, ഈ ദേവദാസൻ പെൺകുട്ടിയോട് പറഞ്ഞു, sister, സഹോദരി, say Jesus. യേശു എന്ന് പറയുക. The Muslim mute girl, ഈ മുസ്ലിം ബദിരിയായ പെൺകുട്ടി she പറഞ്ഞു. opened her mouth അവൾ തന്റെ അധരങ്ങളെ തുറന്നു. and she said Jesus. അവൾ പറഞ്ഞു യേശു. She began
began to speak. അവള് സംസാരിക്കുവാൻ തുടങ്ങി. Hallelujah. Even till today I'm excited about what I saw that day. എന്നും അത് ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ സന്തോഷത്താൽ നിറയുകയാണ്. Hallelujah. You know, when I heard the mute girl speaking, ഈ ബധിരയായ പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ I became dumb. പെട്ടെന്ന് ഞാൻ ബധിരനായി. The preacher called me and said, ദൈവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, young man, ചെറുപ്പക്കാരാ, your sister is speaking. നിന്റെ സഹോദരി സംസാരിക്കുന്നു. I went to her. ഞാൻ അവളുടെ അടുക്കിലേക്ക് I said, ഞാൻ പറഞ്ഞു, say your name Khadija. നിന്റെ പേര് നീ പറയുക, നിന്റെ പേര് ഖദീജ എന്നല്ലേ അത് പറയുക. That girl opened her mouth said Khadija. അവള് അവിടെ അധരങ്ങളെ തുറന്ന് പറഞ്ഞു ഖദീജ. My brain was shaken. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് കുലുങ്ങിപ്പോയി. How can this be possible? ഇതെങ്ങനെ സംഭവിക്കും? 20th century scientific age, how can this be possible? 20ാം നൂറ്റാണ്ടില് ഈ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് എങ്ങനെ ഈ പെൺകുട്ടിക്ക് സംസാരിക്കാൻ പറ്റും? The preacher caught my hand ദൈവദാസന്റെ കരങ്ങൾ ഗ്രഹിച്ചു, and said, പറഞ്ഞു, young man, ചെറുപ്പക്കാരാ, Jesus Christ can not only heal your sickness, he can deliver you from all your addictions. യേശു ക്രിസ്തുവിനെ നിന്നെ ഈ രോഗത്തിൽ നിന്ന് മാത്രം വിമുക്തനാക്കുക മാത്രമല്ല, നിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് നിനക്ക് നിന്നെ യേശു ക്രിസ്തുവിനെ മാറ്റുവാൻ പറ്റും. All that you need to say is just say, Lord Jesus, forgive me. നീ ഇത്രയും പറഞ്ഞാൽ മതി, യേശുവേ എന്നോട് ക്ഷമിക്കണമേ. He said Jesus will not change your name, he will change your life. യേശു നിന്റെ പേര് മാറ്റുകയില്ല, പക്ഷെ നിന്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുമെന്ന് പറഞ്ഞു. I looked at him. ഞാൻ തന്നെ ഒന്ന് തുറച്ചു നോക്കി. What do you know about my life? എന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? I went home. ഞാൻ ഭവനത്തിലേക്ക് പോയി. That night I couldn't sleep. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ I'm കഴിഞ്ഞില്ല. tossing on the bed. ഞാൻ എന്റെ കിടക്കയിൽ കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. 20th century scientific age. ഈ ശാസ്ത്രത്തിന്റെ അത്യുത്താത്മീയമായിട്ടുള്ള കാര്യങ്ങളുള്ള How സമയത്ത് can miracles happen? എങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കും? My gods fail. എന്റെ ദൈവം പരാജയപ്പെട്ടു, Their gods fail. അവരുടെ ദൈവങ്ങൾ പരാജയപ്പെട്ടു. How can this Jesus, whom I hated the most, called him the God of low caste people, I hated him most, how can he do the miracle? എങ്ങനെ ഈ യേശുവിനെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത അടക്കുന്ന വർഗത്തിന്റെ ദൈവമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ യേശുവിന് എങ്ങനെ ഈ അത്ഭുതം ചെയ്യാൻ പറ്റും? And what is this new teaching that somebody I did wrong and he took my all wrong? എന്താണ് ഈ പുതിയ സിദ്ധാന്തം? എന്റെ പാപങ്ങൾ വഹിച്ചു വേറൊരു വ്യക്തി മരിച്ചു എന്ന് പറയുന്ന സിദ്ധാന്തം. Is what I heard from childhood is true, or what this man preaches is true? ഞാൻ എന്റെ ബാല്യകാലം മുതൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ മനുഷ്യൻ പറയുന്നതോ? That night ആ രാത്രി I had a glorious encounter with Jesus Christ. എനിക്ക് യേശുക്രിസ്തുവിനെ ഞാൻ അഭിമുഖീകരിച്ചു. To cut the story short, ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയട്ടെ. 21st January ജനുവരി 21-ാം തീയതി 1983, 1983 I gave my life to the Lord Jesus. ഞാൻ എന്റെ ജീവിതം യേശുക്രിസ്തുവിന് കൊടുത്തു. Hallelujah. He changed my life. താൻ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. He changed my life. എന്റെ ജീവിതത്തെ മാറ്റി. For some time, കുറച്ചു കാലം my parents were very happy because, I was a very violent man. എന്റെ മാതാപിതാക്കൾ അവർ വളരെ സന്തോഷമുണ്ടായി. കാരണം ഞാൻ വളരെ എടുത്തിയാട്ടക്കാരൻ ഒരു വ്യക്തിയായിരുന്നു. And I used to come home like 2 o'clock, 3 o'clock. I used to come home. രാത്രി 2 മണിക്ക് 3 മണിക്കും ഒക്കെ ഭവനത്തിൽ കടന്നു വരുന്ന സ്വഭാവമുള്ളവനായിരുന്നു. Now my life changed. ഇപ്പോൾ എന്റെ ജീവിതം മാറി. I started coming home early. ഞാൻ നേരത്തിലും കാലത്തിലും വീട്ടിൽ വരാൻ തുടങ്ങി. Beginning to study. ഞാൻ പഠിക്കുവാൻ തുടങ്ങി. They were very happy. അങ്ങനെ അവര് വളരെ സന്തോഷമുള്ളവരായി. Then പെട്ടെന്ന് when I said I will not worship any other God, I worship only Jesus Christ. ഞാൻ യേശുക്രിസ്തുവല്ലാതെ വേറൊരു ദൈവത്തെയും വന്ദിക്കുകയോ ആരാധിക്കുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ The Bible says, ദൈവവചനം പറയുന്നു, greet one another with a holy kiss. വിശുദ്ധ ചുംബനത്താൽ നിന്ന് മറ്റുള്ളവരെ എതിരേൽക്കുക എന്നുള്ള വചനം. When I gave my life to Jesus, ഞാൻ യേശുവിന് എന്റെ ജീവിതം കൊടുത്തപ്പോൾ my parents did not give me a holy kiss. എന്റെ മാതാപിതാക്കൾ എനിക്ക് അങ്ങനെ വിശുദ്ധ ചുംബനം തന്നില്ല. They gave me a holy kick. അവരൊരു വിശുദ്ധ തൊഴിൽ തന്നു. I was kicked out of the house. അങ്ങനെ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. I was a teenage boy. ഞാനൊരു ചെറുപ്പക്കാരനായ യുവാവ്. With just a bicycle in my hands. എനിക്കൊരു സൈക്കിൾ മാത്രം. Out of the house. ഞാൻ വീടിന് പുറത്തു. People said I was a madman. പലരും പറഞ്ഞു എനിക്ക് ഭ്രാന്ത ആണ് എന്ന്. All my Brahmin community called me. ബ്രാഹ്മണ സമൂഹം എന്നെ വിളിച്ചു. They said, Rambabu, you are a fool. അവര് പറഞ്ഞു, രാംബാബു നീ ഒരു മമ്പര വിഡ്ഢിയാണ്. Look at all the respect you have. നിനക്ക് ലഭിച്ചിരുന്ന മാനം നീ ഒന്ന് ചിന്തിക്കുക. People are falling at your feet. ആൾക്കാർ നിന്റെ പാദങ്ങളിൽ വീഴുകയില്ലായിരുന്നോ? If you follow Jesus, നീ യേശുവിനെ പിൻപറ്റിയാൽ you will lose all this. ഇതെല്ലാം നിനക്ക് നഷ്ടപ്പെടും. You will lose all this. ഇതെല്ലാം നിനക്ക് നഷ്ടപ്പെടും. Sometime back,
കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് one man asked me a question. ഒരു വ്യക്തിയോട് ഇങ്ങനെ ചോദിച്ചു, Rambabu, once you were a Hindu, now you follow Jesus Christ. രാംബാബു, നീ ഒരിക്കൽ ഹൈന്ദവനായിരുന്നു, നീ യേശുവിനെ പിൻപറ്റിയിരിക്കുന്നു. What is the difference you find? എന്താണ് നീ കാണുന്ന വ്യത്യാസം? I said, simple. ഞാൻ പറഞ്ഞു, വളരെ ലഘുവാണത്. Once upon a time I followed a religion where the disciples washed the feet of the Guru. ഞാൻ ഒരു കാലത്ത് ഞാൻ ഈ മതത്തിലൂടെ പോയിരുന്നു. ആ മതത്തില് ഗുരുവിന്റെ പാദങ്ങൾ കഴുകുന്ന ശിഷ്യന്മാരുള്ള ഒരു മതമായിരുന്നു അത്. But today I follow a Guru who washed the feet of the disciples. ഇന്ന് ഞാൻ പിൻപറ്റിയിരിക്കുന്ന ഈ മതത്തിലെ ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. I challenge you. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കട്ടെ. Show me any guru of any religion who washed the feet of the disciples. ഏതെങ്കിലും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിരിക്കുന്ന ഗുരുവുള്ള ഒരു മതത്തെ ഒന്ന് കാണിച്ചു തരാമോ? Only my Jesus. എന്റെ യേശു മാത്രം. No one else did it. വേറെ ആരുമില്ല. Hallelujah. My parents said you are a madman. എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, നീ ഭ്രാന്തനാണ്. I was a very young boy. ഞാൻ വളരെ ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, Just with a bicycle. ഒരു സൈക്കിൾ മാത്രം, Thrown out of the house. ഭവനത്തിന് പുറത്തു. I used to sleep in the railway station. ഞാൻ തീവണ്ടി ഓഫീസുകളിൽ പോയി കിടന്നുറങ്ങുമായിരുന്നു, അന്തി ഉറങ്ങുമായിരുന്നു. I used to sleep on the cement bench in the railway station. തീവണ്ടി ഓഫീസിലെ സിമന്റ് ബെഞ്ചുകളിൽ ഞാൻ കിടന്നുറങ്ങി. Take my bicycle, go to preach in villages 20 kilometers cycling. എന്റെ സൈക്കിൾ എടുത്തുകൊണ്ട് ഗ്രാമങ്ങൾ ഞാൻ താണ്ടി ഞാൻ സുവിശേഷം പറഞ്ഞു. You know, when I used to go to villages, ഞാൻ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ I used to take a guitar from a friend's house. ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ ഗിറ്റാർ കൊണ്ടാണ് പോകുന്നത്. I did not know what is a guitar, how to play guitar. ഗിറ്റാർ എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. Chumma I take the guitar and go around the village, jing, 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 making sound. അത് ചുമ്മാ കൊട്ടി ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഞാൻ ഗ്രാമങ്ങൾ തോറും നടന്നു. People used to follow me thinking some paichakara, some mood, some madman has come. ഒരു ഭ്രാന്തൻ നടക്കുമെന്ന് കരുതി പലരും എന്റെ പിന്നാലെ വരും. And I go under a tree. ഞാൻ ഏതെങ്കിലും മരത്തിന് ചുവട്ടിൽ ചെല്ലും. And preach the gospel of Jesus Christ. ഞാൻ യേശുവിനെ കുറിച്ചുള്ള സത്യ സുവിശേഷം പ്രസംഗിക്കും. Come back cycling again. ഞാൻ പിന്നെ സൈക്കിളിൽ കയറി തിരിച്ചു വരും. 20 kilometers up, 20 kilometers down. 20 കിലോമീറ്റർ ഇങ്ങോട്ടും 20 കിലോമീറ്റർ അങ്ങോട്ടും. 40 kilometers. അങ്ങനെ 40 കിലോമീറ്റർ. Hunger. വിശപ്പ്. I will drink water. ഞാൻ വെള്ളം കുടിക്കും. Sleep in the railway station. തീവണ്ടി ഓഫീസിൽ സിമന്റ് ബെഞ്ചുകളിൽ കിടന്നുറങ്ങും. 9 days, 10 days, that was my life. 9 ദിവസം 10 ദിവസം ഒക്കെ അങ്ങനെ പോകുമായിരുന്നു. Once in a while I used to get 1 rupee, 2 rupees offering in villages. വല്ലപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് 1 രൂപ എനിക്ക് ലഭിക്കും. And in those days, for 1 rupee, you used to get 4 idlis. ആ 1 രൂപയ്ക്ക് അത് 4 ഇഡ്ഡലി കിട്ടുന്ന നല്ല കാര്യം. This size idlis they used to get roadside, they used to sell. ഈ വഴിവക്കിൽ അവർ വിൽക്കുന്ന കടകളിൽ നിന്ന് ലഭിക്കുന്ന ഇഡ്ഡലികൾ. During that time, ആ കാലഘട്ടത്തിൽ I preached the gospel to another man. ഞാൻ വേറൊരു വ്യക്തി ജീവിതത്തോട് സുവിശേഷം He പങ്കുവച്ചു. also gave his life to Jesus. താൻ